നമ്മൾ പാപ്പാലപ്പറമ്പിൽ കേശവൻ എന്ന ആനയെ പറ്റി പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ പാപ്പാല വർഗീസ് എന്ന് പറയുന്ന അവരുടെ പാപ്പാലപ്പറമ്പിൽ വർഗീസിൻ്റെ ഫാമിലിക്ക് അവരുടെ സഹോദരന്മാർക്ക് തന്നെ അനവധി ആനകളുണ്ട്. അതിൽ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ നല്ല ഒരു ആന, എല്ലാ ആനകളെക്കുറിച്ചും ഓരോരോ അംഗങ്ങളെ പറ്റി പറയുമ്പോൾ ഒറ്റയ്ക്ക് ഓരോ അംഗങ്ങളെ പറ്റി പറയുമ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എല്ലാ ആനകൾക്കും ഉണ്ടായെന്ന് വരാം. പക്ഷെ ഒരു ആനയാക്കുന്നത് ആനച്ചന്തം എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള അതിൻ്റെ ചന്താണ്. ഒരു മനുഷ്യനായിരുന്നാലും തന്നെ ശരി, മൂക്ക് മാത്രം നന്നായതുകൊണ്ടോ കണ്ണ് മാത്രം നന്നായതുകൊണ്ടോ കാത് മാത്രം നന്നായതുകൊണ്ടോ ഒരു മനുഷ്യനായാലും ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അയാൾ സുന്ദരനാണ് എന്ന് പറയാൻ പറ്റില്ല. ആനയുടെയും കാര്യം അങ്ങനെ തന്നെ. കൊമ്പ് മാത്രം നന്ന്, അല്ലെങ്കിൽ ചെവി മാത്രം നന്ന്, മസ്തകം നന്ന്, നിറം നന്ന് എന്നിങ്ങനെ ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ കാരണങ്ങളെ കൊണ്ട് മാത്രം ഒരു ആനച്ചന്തം ഉണ്ടാവില്ല. ആനച്ചന്തം എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പൊതുവായിട്ടുള്ള ചന്താണ്. കയ്യും കാലിൻ്റെ പ്രൊപ്പോർഷൻസ്, നിറം, കൊമ്പിൻ്റെ വലിപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി, അതിൻ്റെ അടുത്ത കൊമ്പാണോ, ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ളതായ എല്ലാ അംഗങ്ങളുടെയും പൊരുത്തത്തിനെയാണ് ആനച്ചന്തം എന്ന് പറയുന്നത്. അങ്ങനെ പൊരുത്തപ്പെട്ടതായ അംഗങ്ങളോടും ഉപാംഗങ്ങളോടും കൂടിയ കേശവൻ എന്ന് പറയുന്ന ആനയെക്കുറിച്ചാണ് ഈ പ്രാവശ്യം പറയണത്. കേശവനെ വാങ്ങിയത് എറണാകുളത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന്. അത് നംസായി എന്ന് പറയുന്ന സ്ഥലത്ത്. എന്തായിരുന്നു അന്ന് ഇവനെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവനെ സെലക്ട് ചെയ്തത്? ആനയെ കണ്ടപ്പോൾ അപ്പം തന്നെ ആനയ്ക്ക് ഒരു 9 അടി 2 ഇഞ്ച് ഉയരം ഉണ്ടായിരുന്നു. ആദ്യം ചേട്ടൻ അവിടെ പോയി കാണുമായിരുന്നു? ഇല്ല, എൻ്റെ അനുജൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല ആനയായിട്ട് തോന്നി. അതിന്റെ കൊമ്പ്, അതിന്റെ ഷേപ്പ്, അതിന്റെ ഉയരം. അന്ന് ആരോഗ്യത്തിൽ തന്നെ ആനയിരുന്നത്. ആരോഗ്യത്തിനൊന്നും കുറവില്ല.
അവിടെ ഈ തടിപ്പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ആരോഗ്യമുണ്ട്. തടി ഇത് അത്ര കൂടുതലെടുത്തൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇതിന്റെ കഴുത്തിന്റെ കീഴ്ഭാഗം നോക്കിയാൽ മരം കെട്ടിവലിച്ച ആനയാണെന്ന് മനസ്സിലാക്കാം. ഈ നമ്മുടെ ഈ കഴുത്തിന്റെ പിൻഭാഗം ഇത്ര ഇങ്ങനെ കിടക്കുന്നത് അത് ആനകളെ തടി അവിടെ കെട്ടിവലിച്ചതിന്റെ വഴി ഉണ്ടായ തഴമ്പ് അവിടുത്തെ മസിൽസ് ഡെവലപ്പ് ചെയ്തിരിക്കും. നമ്മുടെ ഇവിടുത്തെ പോലെ കൊമ്പിലും തുമ്പിലല്ല, കഴുത്തിൽ കെട്ടി. ഏത് വലിയ മരമാണെങ്കിലും കഴുത്തിൽ കെട്ടി ആനയെ മുന്നോട്ട് നടത്തും, തടി പുറകെ വരും. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആ സമ്പ്രദായമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ അവർ അടിക്കുന്നതും തലക്കൂന്നിയിൽ മാത്രം എന്തെങ്കിലും കമ്പ് കൂർമ്മിച്ചിട്ട് കുത്തും, അല്ലാണ്ട് കാലിലും ഇവിടെ ഒന്നും അല്ലാതെ അടിക്കുന്ന മുഖത്തടിക്കത്തില്ല. അടിയെന്ന് പറയാൻ വടി ഉപയോഗിക്കാറില്ല അവര് തോട്ടിയും പിന്നെ ഈ മുള കൂർമ്മിച്ച വെച്ചിട്ട് പുറത്ത് കുത്തും. അപ്പൊ അങ്ങനെ കുത്തുന്ന വഴിയാണ് അതെ വെളുത്തപാട് അങ്ങനെ കുത്തിയപ്പോ അതിന്റെ തൊലി കരിന്തൊലിയൊക്കെ പോയതാ. കഴുത്തിന് നീളം കുറവുള്ള ആനകളെ പന്നിക്കഴുത്തന്മാർ എന്നാണ് ആനപ്രമാണികൾക്കിടയിൽ വിളിക്കാറുള്ളത്. പക്ഷെ കേശവൻ ഒരിക്കലും ഒരു പന്നിക്കഴുത്തനല്ല. അതായത് ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ടാണ് കേശവന്റെ കഴുത്ത് വലിപ്പിക്കുന്നതിനാലാണ് കഴുത്തിലെ മാംസപാളികൾ ഇങ്ങനെ ഞൊറിവ് വീണ് കിടക്കുന്നതെന്നാണ് അരുണാചൽ കാര്യങ്ങൾ അടുത്തറിയാവുന്ന അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ അറിയിക്കുന്നത് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാവിലെ ഒരു ആനയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആനയെ കണ്ടു കഴിയുമ്പോൾ അറിയാം ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആനയുടെ അടുത്ത് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആനയുടെ രീതികൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആനയ്ക്ക് ശരീരമായിട്ട് ഉള്ള പ്രശ്നങ്ങളിലെ വയറ്റിലോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ മതപ്പാടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ആനയുടെ ലക്ഷണത്തിലും നമ്മളോടുള്ള ഇടപെടലിലും ആനയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ണിൽ നോക്കിയിരിക്കും. എങ്ങനെയായിരിക്കും? കണ്ണിൽ നോക്കിയെന്നല്ല, ആനയുടെ ലക്ഷണത്തിൽ മൊത്തത്തിൽ പല കാര്യങ്ങളുണ്ട്. ഓരോ ആനയ്ക്ക് ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ രീതികളാണ് ഓരോ ആനയ്ക്ക്. അതിപ്പോൾ ഇതിൻ്റെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷമാണ് ആദ്യമായിട്ട്
ഒലിക്കുന്നത്. അപ്പോൾ ഇതിന് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേനാണെങ്കിൽ നമുക്ക് കൃത്യം പറയാൻ ആനയ്ക്ക് ലക്ഷണങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യം പറയാൻ പറ്റും. ഈ കൊല്ലമായാണ് ആനയുടെ ഒരു കേസം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ആനത്തൊഴിലാളി യൂണിയന്റെ ഒരു നേതാവും മെമ്പറും എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിലേ പലപ്പോഴും ആനകൾക്കും ആനപ്പാപ്പാന്മാർക്കിടയിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ആനയിലേക്ക് പോകുന്നു, അങ്ങനെ മാറി മാറി പോകുന്നതായിരിക്കുമോ? എപ്പോഴായാലും ഒരു ആനയും ആനപ്പാപ്പാനും തുടർച്ചയായ വർഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ ആയിരിക്കില്ല ആനയ്ക്ക് നല്ലത്? ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഒരാനയും ആനപ്പാപ്പാനുമായിട്ട്. രണ്ടു കൂട്ടർക്കും നല്ലത് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഒഴിവാകും. ഈ ഏറ്റവും കൂടുതൽ ആനകൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു സീസണിലാണ്, ഒരു സീസൺ കഴിയുമ്പോൾ സാറിന് ഒരു ആനയ്ക്ക് പാപ്പന്മാർ മാറാറാ പതിവ്. അതിപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ദേവസ്വം ബോർഡ് ഒഴിച്ച് ബാക്കി എല്ലാ ആനകളും ദേവസ്വം ബോർഡിലാണെങ്കിലും ചേഞ്ചിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആനകൾ പാപ്പന്മാർ മാറാറുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ചുരുക്കം ആനകൾ മാത്രമേ ഉള്ളൂ പാപ്പന്മാർ മാറാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ആനയൊക്കെ ആയിട്ട് ലോഹിയുള്ള ആൾക്കാരും ഉടമസ്ഥരും ഒക്കെ ആയിട്ട് ജോയിപ്പുള്ള ആൾക്കാരും അങ്ങനെ ചേർന്ന് നിൽക്കാറുള്ളൂ. ഇന്നിപ്പോൾ ആനക്കാരെ നിങ്ങളുടെ തൊഴിലാളി യൂണിയൻ അതിലെന്തെങ്കിലും ഒരു മുൻകൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇങ്ങനെ പാപ്പാന്മാർ കൂടെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മാറുന്നതിന്? അടുപ്പിച്ചടുപ്പിച്ച് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണങ്ങളില്ലാതെ ഒരു ആനയ്ക്കൊന്നും ഒഴിവാൻ പറ്റില്ല. അവനെ ഉപചാരപൂർവ്വം സ്വീകരിക്കാറുണ്ടെങ്കിലും വീട്ടുകാരിക്കും പിള്ളേർക്കും ആനകളുമായി കാര്യമായ അടുപ്പമൊന്നുമില്ല. പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞേക്കാമെങ്കിലും കേശവൻ എന്തോ അതത്ര രസിക്കുന്നില്ല. മാത്രമല്ല, തറയോട് പാകിയ മുറ്റത്ത് ആനകൾ അപ്പിയിട്ട് വൃത്തികേടാക്കുന്നതിൽ അകത്തുള്ളവർക്കാർക്കോ തെല്ല് പരിഭവമുള്ളതായും കേശവൻ്റെ കാതിൽ ഒരു പരദൂഷണം വീണിട്ടുണ്ട്. അതുകൊണ്ടെന്താ, വന്നു കയറിയാൽ ഉടൻ മറ്റൊന്നും ഓർത്തില്ലെങ്കിലും അക്കാര്യം മുടക്കമില്ലാതെ നിർവഹിച്ചിരിക്കും കാര്യവിവരമുള്ള ഈ സൂത്രശാലി. നേരത്തെയൊക്കെ ചെറുതായിട്ട് നനയുമായിരുന്നു, കന്നം നനയുമായിരുന്നു. അത് 1-2 ദിവസം നനഞ്ഞങ്ങ് മാറും. ഈ പ്രാവശ്യം ഒരു നവംബർ ഒരു പകുതി ആയപ്പോൾ തൊട്ട് ആനയ്ക്ക് കന്നം നനയാൻ തുടങ്ങി. ഡിസംബർ ഒരു 3-ാം തീയതി ആയപ്പോൾ ആനയെ മരത്തിൽ കെട്ടി. അത് കഴിഞ്ഞ് ജനുവരി 15 വരെ മരത്തിൽ തന്നെ നിർത്തി. 1.5 മാസത്തിനടുത്ത് 1.5 മാസത്തോളം അപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ഒലിവ് നിന്നു, തനിയെ നിന്നു. ഈ മതപ്പാടിൽ ഓടിക്കലും അങ്ങനെയൊന്നുമില്ല. മതപ്പാടിൽ അങ്ങനെ വലിയ ആരെയും മറ്റാനകൾ കാണിക്കുന്ന പോലെ ഓടിക്കുന്നൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ചെന്നാൽ തലയൊന്നും ഇങ്ങനെ ഉയർത്തി കാണിക്കും. സാധാരണ നിലയിലെ വ്യത്യസ്തമായിട്ട്
ഇതൊക്കെ പിന്നെ ആന നിന്ന് ആടും, ഇടത്തോട്ടും വലത്തോട്ടും തല വെച്ച് ഇങ്ങനെ ആട്ടമുണ്ട്. നമുക്ക് മതപ്പാട് ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പല കാര്യങ്ങളും ആന കാണിക്കുന്നുണ്ട്. ആട്ടം നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സമയത്ത് തറയിലോട്ട് കൊമ്പ് ഒന്ന് കുത്തി കാണിക്കും. ഞാനും ഒരു മതപ്പാടിലായിരുന്നവനൊന്ന് പിന്നെ തറി കിടക്കുന്ന ചപ്പൊക്കെ കുത്തി എടുത്ത് കളയും. അതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യ ലക്ഷണങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആനക്കാരെ ഒന്നും ഓടിക്കിച്ചിട്ടില്ല. ആനക്കാരൻ അന്നേരം ആനയുടെ മുകളിലിരുന്ന് തേച്ച് കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീരിൽ നിന്ന് ആനയുടെ മുകളിൽ കയറിയിരുന്ന് അയാൾ തേച്ച് തണ്ടൽ തൂത്ത് കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കൂടുതൽ വയലന്റ് ആണെങ്കിൽ ആനക്കാരനെ അവിടെ ഇരുത്തത്തില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇത് എന്താണെന്നറിയത്തില്ല. അതായത് ചിലർ കൂടുതൽ തല്ലുന്നതുകൊണ്ടോ പേടിച്ചൊക്കെ 1-2 പ്രാവശ്യം ആന ഓടിപ്പോയിട്ടുണ്ട്. നാശനഷ്ടം വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. വഴിയവിടെ നേരെ അങ്ങ് പോയി, അല്ലാതെ പറമ്പിലൊന്നും കയറിയിട്ടില്ല. ഒന്നും നശിപ്പിക്കുന്നൊന്നുമില്ല. ആൾക്കാരെ ഉപദ്രവിക്കോ കുറച്ച് പോയി. അപ്പൊ കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പൊ അതിന്റെ നീരിന്റെ ടൈം നമുക്കറിയത്തില്ല. ചിലപ്പോൾ നീരിന്റെ ഒളിച്ചു പോകാത്തതുകൊണ്ടുള്ള അസ്വസ്ഥ കൊണ്ടാകാം, അല്ലെങ്കിൽ ആനക്കാർ ചിലപ്പോൾ വെട്ടുകത്തിയുടെ മാടിനൊരു വെട്ടൊക്കെ ഉണ്ട് കാലിട്ട്. അപ്പൊ അങ്ങനെ വെട്ടിയിട്ടാന്നാണ് ഞാൻ കേട്ടത്. ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതുപോലെ വെട്ടുകത്തിയുടെ മാടിനെ ആനയുടെ നടക്കിട്ട് അടിച്ചപ്പോൾ ആന വിട്ടുപോയെന്നാണ് അറിഞ്ഞത്. കാരണം ആനക്കാർക്കും കുറച്ച് ക്ഷമയൊക്കെ നശിക്കും. കാരണം ആന പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരുമ്പോൾ അവർ ചിലപ്പോൾ അടിച്ചു നിന്നിരിക്കും, തല്ലി നിന്നിരിക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതുവഴി ചിലപ്പോൾ ആന ഭയപ്പെട്ട് പോകാം. വല്ലപ്പോഴും ഒരു ഓട്ടം, ആർക്കും ഉപദ്രവം ചെയ്യാത്ത തീർത്തും നിരുപദ്രവകരമായ ഇത്തിരി വ്യായാമം. വടക്കൻ പറവൂരിനടുത്ത് വെച്ച് കേശവൻ ഒന്ന് ഓടി. അടുത്തുള്ള മതിലിൽ കേശവൻ ഒന്ന് ചാരിയതാണ് പ്രശ്നമായത്. ഉത്സവം പ്രമാണിച്ച് മതിലിൽ തൂക്കിയിരുന്ന 4-5 ഇലൂമിനേഷൻ ബൾബുകൾ പടപടാ ഞെരിഞ്ഞമർന്നു. ഇനിയിപ്പോൾ അതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് ആരെങ്കിലും പിടിച്ചു നിർത്തിയിട്ടാണോ അതോ ഭയപ്പെട്ടിട്ടാണോ? ചെറിയ ഷോക്ക് കിട്ടിയിട്ടോ? കാര്യമെന്തായാലും കേശവൻ അന്ന് ഓടി. എന്നിട്ട് വീട്ടുകാരെ ഒട്ടും പേടിപ്പിക്കാതെ, ഞാനിവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം ആരോടും പറയല്ലേ എന്ന ഭാവത്തോടെ തൊടിയുടെ മൂലയിൽ കയറി അടങ്ങി ഒതുങ്ങി നിൽക്കുകയും ചെയ്തു. ഇത്തിരി പിടപ്പും ഓട്ടവുമെല്ലാം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഓടി തീർത്തില്ലെങ്കിൽ നാളെ നാടിൻ്റെ നായകനായി പക്വതയോടെ നിൽക്കേണ്ടി വരുമ്പോൾ ആ നിലയ്ക്ക് ഉയരേണ്ടേ എന്ന ചിന്തയും കേശവൻ്റെ മനസ്സിലുണ്ടാവാം. അതെ, തൻ്റെ സുവർണ നാളുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലും കുട്ടിത്തം മാറാത്ത മനസ്സുമായി ഇപ്പോഴും കളിച്ചു തുള്ളി ജീവിക്കുകയാണ് കേശവൻ. പക്ഷേ ഇവൻ്റെ തണ്ടും തടിയും തലയെടുപ്പും കണ്ട് ഇപ്പോഴേ തന്നെ മഹാക്ഷേത്രങ്ങളിലേതുൾപ്പെടെയുള്ള ഉത്സവത്തിടമ്പുകൾ പുതുപ്പള്ളി കേശവനെ തേടിയെത്തുന്നു. ഏറ്റുമാനൂരും തുറവൂരും തൃപ്പൂണിത്തുറയും വൈക്കവും എറണാകുളവും പെരുവാരവും ഇരിങ്ങാലക്കുടയും അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിടമ്പുകളുമേന്തി ഇന്നിൻ്റെ രാജകുമാരൻ, നാളെയുടെ ചക്രവർത്തി അവൻ ചുവട് വയ്ക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാം. പേരിൻ്റെയും പെരുമയുടെയും 100 വസന്തങ്ങൾ ഇനിയും അവന് മുന്നിൽ പൂത്തു തളിർക്കട്ടെ എന്ന്.